ഈ ബാഹുബലിയുടെ എനിക്ക് പറയാനുള്ളത് ചന്തുവിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല മക്കളെ, ഏത് ബാഹുബലി വന്നാലും. അപ്പോൾ ഇതിൻ്റെ 8 പാക്ക് ഞാൻ തിന്നിട്ട് എൻ്റെ 6 പാക്ക് വരുമോ എന്ന് ഞാൻ ഒന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കേക്കോട്ടയിലാണ്. കിഴക്കേക്കോട്ടയിൽ നമ്മുടെ പത്മനാഭപുരം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് കയറിയിട്ട് ഇറങ്ങി. ക്ഷേത്രത്തിലകത്ത് വീഡിയോയും ഫോട്ടോഗ്രാഫിയൊന്നും അലോഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അകത്ത് വീഡിയോയും ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിന് പുറത്ത് ആ കുളത്തിനടുത്ത് നിൽക്കുക. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഇപ്പം മണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിയായി നല്ല വിശപ്പുണ്ട്. അപ്പം വിശന്നപ്പോൾ ഞാൻ വിചാരിച്ചു എവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നമ്മൾ ഫേസ്ബുക്കിലൊരു കേരള ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആൾക്കാർ മലയാളികളൊക്കെ ഉള്ള. അപ്പം പുള്ളിക്കാരന് ഒരു കേരള ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലും ഉണ്ട്. അതാണ് മെയിൻ എന്ന് പറയുന്നത്. പുള്ളിയുടെ ഹോട്ടലാണ് മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് അവിടെ പോയി കഴിക്കണം. അവിടെ എന്താ പ്രത്യേകത, ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഗ്രൂപ്പിൽ മാക്സിമം നമ്മൾ മലയാളികൾ മാക്സിമം പേരുള്ളവരാണ്. അവിടെ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ അതിനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയി ഇന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ പിന്നെ അവിടെ പോയി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കിഴക്കേക്കോട്ടിൽ വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് നല്ല തിരക്കാണ്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കെൻഡാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് വീക്കെൻഡാണ്. സ്കൂൾ യൂണിഫോമുകളും അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നമ്മളുടെ അച്ഛനമ്മമാരും ഇതുപോലെ വന്ന് ഓരോന്ന് പർച്ചേസ് ചെയ്യുകയും കാര്യങ്ങളും ചെയ്തതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ആട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ട് ആട്ടോ ചേട്ടൻ ഒരു ബൈയും പറഞ്ഞ് ഒരു ബൈ പറഞ്ഞ ചേട്ടനും ബൈ പറഞ്ഞ് നമ്മളിപ്പോൾ ഹോട്ടലിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി. ഈ ഹോട്ടൽ എന്ന് പറയുന്നത് നമ്മളെ പുതിയ തിരുവനന്തപുരത്ത് ലുലു മോളിൻ്റെ ഓപ്പോസിറ്റാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് കേരള ഹോട്ടൽ. കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ട് പരിചയമുള്ള കേരള ഹോട്ടൽ എന്താണെന്ന് അറിയാനും അവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത്, അവിടുത്തെ ആഹാരങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ പറ്റിയാൽ മനോജ് എന്നെ അവിടെ കാണാം. അപ്പം അങ്ങോട്ട് ഞാൻ കയറുകയാണ്. അപ്പോൾ ഞാൻ ഹോട്ടലിൻ്റെ അകത്ത് വന്ന് ഇപ്പോൾ ഉച്ച സമയമാണ്. അപ്പം നല്ല തിരക്കാണ്. നമ്മളെ മനോജ് ചേട്ടൻ ഇവിടെ നല്ല വിളമ്പണ തിരക്കിലാണ്. അവിടെ നമുക്ക് ബാക്കിൽ കാണാം മനോജ് ചേട്ടൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയി എന്തൊക്കെയുണ്ട് കഴിക്കാനുണ്ട്. ആദ്യം വിശപ്പാണ്, ആ വിശപ്പ് മാറ്റണം. അപ്പോൾ എന്തൊക്കെയുണ്ട് കഴിക്കാനെന്ന് നോക്കാം. പിന്നെ മനോജ് ചേട്ടനെ പരിചയപ്പെടാൻ പറ്റുകയാണെങ്കിൽ മനോജ് ചേട്ടനെ പരിചയപ്പെടാം. ഓക്കെ, ഊണ് കിട്ടി. ഊണ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ഇവിടുന്ന് സ്പെഷ്യൽ എന്താ ഉള്ളതെന്ന് നോക്കാം. നമുക്ക് സ്പെഷ്യൽ എന്താണെന്ന് വാങ്ങിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് കേട്ടോ? ചൂരയുണ്ട്, കുഞ്ചോറുണ്ട്, ഞണ്ടുണ്ട്. ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ചൂര ഉണ്ട്, കൊഞ്ച് തീയലുണ്ട്. ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ചൂര ഫ്രൈ ഉണ്ട്, കൊഞ്ചുണ്ട്, ഞണ്ടുണ്ട്, കൊഞ്ച് തീയലുണ്ട്, ഒരു മത്തിയുണ്ട്, ഞണ്ട്. ഇവിടെ ഇപ്പോൾ സ്പെഷ്യലിൽ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഞണ്ട്, പിന്നെ കൊഞ്ച് ഫ്രൈയും. അപ്പം കഴിച്ച് നോക്കിയിട്ട് പറയാം ഇവിടുത്തെ സ്പെഷ്യൽ എങ്ങനെയാണ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ കേരള ഹോട്ടലിനെ കുറിച്ച് കുറേ നാളുകൊണ്ട് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞണ്ട് കറക്റ്റായി കഴിക്കാൻ അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്.
എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഫുഡ് അടിപൊളി, നല്ല എരിവ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹോംലി ഫുഡ് കഴിക്കുന്ന പോലെ എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞ് ഇനി രാത്രിയും കൂടെ നമ്മൾ ഇവിടെ വന്ന് കഴിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബില്ല് കിട്ടിയിട്ടുണ്ട്. ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 രൂപയാണ്. 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഊണും ഒരു ഞണ്ടും അതുപോലെ ഒരു കൊഞ്ച് ഫ്രൈയും വാങ്ങിച്ച്. 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് അല്ല, മിതമായിട്ടുള്ള എമൗണ്ടാണ്, റീസണബിളായിട്ടുള്ള എമൗണ്ടാണ്. അപ്പോൾ 300 എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല. ഭക്ഷണം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസ് കുഴപ്പമില്ല, ബാക്കി ഭക്ഷണവും കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പം എന്നെപ്പോലെ തന്നെ ഫേസ്ബുക്കിൽ കണ്ട്, ഇവിടെ മാക്സിമം പേരും ഫേസ്ബുക്കിലൊക്കെ കണ്ട് വരുന്നതാണ്, എന്താണെന്ന് അറിയാൻ വേണ്ടി വരുന്നതാണ്. അങ്ങനെ വന്ന ഒരു ഫാമിലി നമുക്ക് പരിചയപ്പെടാം. അവരോട് ചോദിക്കാം അവർക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ്, ഫുഡ് എങ്ങനെയായിരുന്നെന്ന്. ഇതാണ് ഫാമിലി. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം. അപ്പം ചേട്ടൻ പറയും എങ്ങനെയായിരുന്നു ഫുഡിൻ്റെ? ഫുഡ് കുഴപ്പമില്ല. ഇവിടെ ആദ്യമായിട്ട് വരുന്നതല്ലേ? ഇവിടെ ആദ്യമായിട്ട് വരിക. അപ്പോൾ എന്താ ഫേസ്ബുക്കിൽ കണ്ടു വരുന്നതിന്? അതെ. അപ്പോൾ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു. ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഞങ്ങളങ്ങനെ ഇത് കണ്ടുപിടിച്ച് വന്ന് കഴിച്ചതാണ്. നല്ല ഫുഡാണ്. മോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. ആളുകളെ കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മൾ എന്താണ് ഇത് എല്ലാവരും തേടി പിടിച്ചാണ് ഇവിടെ വരുന്നത്. ഈ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കര ഫേമസോ കുറേ ഹോർഡിങ്സോ അങ്ങനെ പബ്ലിസിറ്റിയോ ഉള്ളതല്ല. പക്ഷേ എല്ലാവരും വരുന്നതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനും ഇവിടെ കണ്ടുപിടിച്ച് വന്നതാണ്. പക്ഷേ എല്ലാവരും ഇവിടെ കണ്ടുപിടിച്ച് വന്നിട്ട് ആർക്കും ഇവിടെ വന്നിട്ട് ഒരു ഒരു നഷ്ടബോധം തോന്നാറില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യമായാലും ഇവിടുത്തെ സർവീസിൻ്റെ കാര്യമായാലും. പിന്നെ മനോജ് ചേട്ടനെ ഞാൻ കണ്ടു. അപ്പോൾ മനോജ് ചേട്ടനായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരം തിരിച്ചും വരും മനോജ് ചേട്ടനെ കാണാൻ. അപ്പോഴും മനോജ് ചേട്ടൻ്റെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. അപ്പം ശരി ചേട്ടാ, താങ്ക് യു. ഈ സമയത്ത് വന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ് ഉച്ച സമയത്ത്. അതുപോലെ ഫുഡിൻ്റെ കാര്യമായാലും. ഇനി അപ്പോൾ എനിക്ക് മനോജ് ചേട്ടനെ കാണണമെങ്കിൽ വൈകുന്നേരം 5 മണി കഴിയണത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ സർവീസിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടി ചെന്ന് ഞാൻ എടുത്തിട്ട് തിരിച്ച് വൈകുന്നേരം ഇവിടെ വരും. അപ്പോൾ തിരിച്ച് വൈകുന്നേരം വന്നിട്ട് നമുക്ക് ബാക്കി ഇവിടുത്തെ വൈകുന്നേരത്തെ ഫുഡ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ മനോജ് ചേട്ടൻ്റെ ബാക്കി കാര്യങ്ങളും ചോദിക്കാം, നമ്മളെ ഹോട്ടലിനെ കുറിച്ചും ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ കുറിച്ചും എല്ലാം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് KH പോയിട്ട് ഇറങ്ങിയിട്ട് അപ്പോഴും മനോജ് ചേട്ടനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ വൈകുന്നേരം പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിരുന്നത് വണ്ടി തിരിച്ചെടുത്തിട്ട് വന്ന്. കാരണം മനോജ് ചേട്ടൻ 5 മണിക്ക് ശേഷമേ ഫ്രീ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് വണ്ടി സർവീസിന് കൊടുത്തിരിക്കുന്നത് എടുത്തിട്ട് വരാമെന്ന്. പക്ഷേ വണ്ടി കിട്ടിയപ്പം ലേറ്റായി. ഇപ്പം മണി 7 മണി കഴിഞ്ഞ്. എന്നാലും ഇന്ന് തന്നെ പോവുകയാണ്. കാരണം എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് അവിടെ പോയ സ്ഥിതിക്ക് രാത്രിയും കൂടെ ഞാൻ അവിടെ പോയി മനോജ് ചേട്ടനെ കാണുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ബൈ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് നമുക്ക് മനോജ് ചേട്ടനായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ ഇപ്പം വൈകുന്നേരം വീണ്ടും ഇവിടെ വന്നത്. ഇപ്പോഴും മനോജ് ചേട്ടൻ തിരക്കിലാണ്. മനോജ് ചേട്ടൻ വന്ന മനോജ് ചേട്ടൻ്റെ രുചിക്കൂട്ടികൾ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ നമുക്ക് മനോജ് ചേട്ടനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. മനോജ് സുഖമല്ലേ? സുഖം. മാക്സിമം ഇവിടെ വരെ വരുന്നതും എന്താണ് ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടു വരുന്നവരാണ്, അല്ലാതെ വരുന്നു. അപ്പൊ ചേട്ടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. 4.5 ലക്ഷത്തോളം ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിന്റെ ഉടമയും അതുപോലെ തന്നെ ഈ KH എന്ന് പറയുന്ന ഹോട്ടലിന്റെ ഉടമയുമാണ്. ചേട്ടന്റെ തന്നെയാണ് കൈപ്പുണ്യം കൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും ഉണ്ടാക്കുന്നതായി. ഇപ്പൊ ചേട്ടൻ ഇപ്പോഴും കിച്ചണിലാണ്. അപ്പൊ പലരും പറയാറുണ്ട് നമുക്ക് ഓരോന്ന് ചെയ്യാനും സമയമില്ല, മറ്റതാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ചേട്ടൻ നോക്കിയാണ് ഇപ്പൊ ഈ ചേട്ടൻ കിച്ചണിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഹോട്ടൽ റൺ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് 10 മിനിറ്റിനകത്ത് അപ്രൂവ് ആവും. ഇപ്പൊ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു വാട്സപ്പിൽ
ആർക്കെങ്കിലും റിപ്ലൈ അയക്കാൻ തന്നെ ടൈം എടുക്കാറുണ്ട്. എന്നാൽ ചേട്ടാ ഇത്രയും തിരക്കിനിടയ്ക്ക് നിന്നുകൊണ്ടും ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്, അതാണ് യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞത്. ചേട്ടാ ഏതൊക്കെ എങ്ങനെയുള്ള പോസ്റ്റുകളാണ് അപ്രൂവ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, എനിക്ക് മനസ്സിലാക്കി ഇഷ്ടമൊന്നും തോന്നുന്ന എല്ലാം ഞാൻ അപ്രൂവ് ചെയ്യും. 99% രാഷ്ട്രീയം മാത്രം അങ്ങോട്ടെ അലർജിയാണ്. രാഷ്ട്രീയം മാത്രം പാടില്ല. പിന്നെ എല്ലാവരും ലേഡീസ് ഉണ്ട്, എല്ലാവരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ്സ് ഒക്കെ ഇട്ട് പോകണം. എല്ലാം ഞാൻ അപ്പോഴപ്പോഴും പോസിറ്റീവ് ഓർമ്മിക്കാറുണ്ട്. പിന്നെ നിങ്ങളാണ് എൻ്റെ ശക്തി എല്ലാവരും. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല മനോജ് ചേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ മനോജ് ചേട്ടനെ പറ്റി സംസാരിക്കാൻ പറ്റുമെന്ന. കാരണം ഇത്രയും ബിസി ആയിട്ടുള്ള ആളാണ്, ഇത്രയും ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 പേര് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഫോളോവേഴ്സ് ആയിട്ടുള്ളവർ പോലും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവർ മടിയാ, സംസാരിക്കാൻ മടിയാ. ഇപ്പൊ ഈ എന്റെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം പേര് ഫോളോവേഴ്സ് ഒരു ഗ്രൂപ്പ് കൂട്ടായ്മ ഉള്ള ഒരാളാണ് ഇവിടെ നിൽക്കുന്നത്. പുള്ളി നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ വന്നിട്ട് 7,26,000 പേരുണ്ട്. ഓക്കെ, ഇപ്പൊ 430 അവരെ ഇത്രയും ആക്ടിവേറ്റ് ഉള്ള ടോട്ടൽ എമൗണ്ട് ഇപ്പൊ കാണിക്കുന്നുണ്ട്. ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600-700 പോസ്റ്റ് വരെ ഇതിൽ അപ്രൂവ് ആവുന്നുണ്ടെന്ന്. 1,500 ഓക്കെ, ഇത്രയും എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഗ്രൂപ്പ് എന്താ ഇന്ത്യയിൽ തന്നെ വേറെ കാണത്തില്ല. കാരണം ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പല ഗ്രൂപ്പുകളും വരും, അത് എന്താണ് ബിസിനസ് പർപ്പസിന് വേണ്ടി തുടങ്ങുന്നത്. അങ്ങനെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രമല്ല വെച്ചിരിക്കുന്നത്, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനാണ് ചേട്ടൻ വെച്ചിരിക്കുന്നത്. അപ്പം ചേട്ടന്റെ ഈ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പലർക്കും ഭയങ്കര ഗുണം ചെയ്യാറുണ്ട്. അപ്പം ചേട്ടന് എന്താണ് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞേ പറ്റൂ. അപ്പൊ ചേട്ടന്റെ പണി നടക്കുന്നതായി ഇപ്പൊ എല്ലാം ഇവിടെ അടുപ്പത്ത് കിടക്കുവാണ്. അപ്പൊ ചേട്ടന്റെ പണി ഇനി ചേട്ടനെ ഞാൻ കൂടുതൽ ശല്യപ്പെടുത്തുന്നില്ല. ഞാൻ ബാക്കി ഇവിടെ ഉള്ള കുറച്ച് നമുക്ക് എന്തൊക്കെ വിഭവങ്ങളുണ്ട് അതും കൂടെ നോക്കിയിട്ട് പോവാം. ഇത് ഏതിനുള്ളതാണ്? 6 പാക്കിനുള്ള കോഴിയാണ് അതായി കിടക്കുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ 6 പാക്ക് വെച്ച് അവിടെ ചട്ടിയിൽ പോയി കിടക്കും. ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ചേട്ടൻ കൈ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടന്മാരോടൊന്ന് സംസാരിക്കാൻ ഇവിടെ സ്ഥിരം കസ്റ്റമറാണ്. സ്ഥിരം കസ്റ്റമേഴ്സാ. ഓക്കെ, ഞങ്ങള് എന്റെ ദുബായിലെ എന്റെ ഫ്രണ്ടുണ്ട്. അപ്പൊ അവൻ വന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തി. അതിനുശേഷം ഞങ്ങൾ സ്ഥിരം ഇവിടെ വരാറുണ്ട്. ഓക്കെ, ആദ്യം നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടാണോ വന്നത്? അല്ലല്ല, അവൻ ദുബായിൽ നിന്ന് വന്ന പക്ഷെ അവിടെ കയറിയിട്ട് വന്ന വഴിക്ക് ഞങ്ങൾ അങ്ങനെ കയറിയതാ. അതിനുശേഷം ഞങ്ങൾ 10-12 വർഷം ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാവശ്യം വന്നായിരുന്നു. ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്. എന്റെ മൂന്നാമത്തെ പ്രാവശ്യം. എന്താണ് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ലതാണ്, വെറൈറ്റി ആണല്ലോ. ചിക്കനാണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. 8 പാക്ക് 6 പാക്ക് അങ്ങനെയാണ് പറയുന്നത്. അതാണ് കൂടുതൽ വെറൈറ്റി. പിന്നെ അല്ലാതെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഞങ്ങൾ ഒരു ദിവസം വന്നത് ഇഷ്ടംപോലെ കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് തുച്ഛമായ പൈസ ആയതേ ഉള്ളൂ. അത് മാത്രമല്ല നല്ല വെറൈറ്റി ഒരുപാട് ഫുഡുകളാണ്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് പേർക്ക് പറയുകയും ചെയ്തു, അങ്ങനെ ഒരുപാട് പേര് എയർപോർട്ടിലൊക്കെ വരുന്ന നമ്മൾ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇവിടെ വന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വണ്ടി വരാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടവര് നടന്നു വന്ന് സ്ഥിരം കസ്റ്റമേഴ്സ് അവരുള്ളത്. അപ്പൊ ഇതാണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വേറെ ആരും എന്താണ് പിന്നെ ഒരിക്കൽ വരാൻ വേണ്ടി മടിക്കത്തില്ല. കാരണം അത്രയ്ക്ക് ഇവരൊക്കെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഇവിടെ വരെ വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എനിക്കും അതുപോലെ തന്നെ, ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം വരുന്നതാണ്. പക്ഷെ ഞാൻ എന്ന് ഇവിടെ വരുന്നുണ്ട്, അവിടെ അന്നൊക്കെ ഇവിടെ വന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇതുപോലെ എന്ന് പറഞ്ഞാൽ ചിലർ ഫേസ്ബുക്കിൽ കണ്ടുവന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് വന്നത്. പക്ഷെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരോട് ആരും പറയേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈറ്റൊക്കെ ചിക്കനൊക്കെ വന്നു. പക്ഷേ ഇനി ഇത് ആര് കഴിച്ച് തീർക്കും എന്നുള്ളതാണ് ഡൗട്ട്. കാരണം ഇത്രയും എങ്ങനെ കഴിച്ച് തീർക്കും? ഫ്രൈ ചെയ്യാൻ എത്ര കഴിക്കാൻ പറ്റുന്നു, ബാക്കി പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകും. അതേ നടക്കത്തുള്ളൂ. ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ടേസ്റ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റത്. അടിപൊളി, എല്ലാ കൂട്ടുകളും നല്ലപോലെ ചേർന്നിട്ടുണ്ട്. ഇത്രയും വലിയ പീസാണെങ്കിൽ പോലും നല്ലപോലെ വെന്തിട്ടുമുണ്ട്. അപ്പം ഫൈനലി ഒരുവിധം ഇത് ഫുള്ള് കഴിച്ച് തീർത്ത്. അപ്പം ഈ ബാഹുബലിയുടെ എനിക്ക് പറയാനുള്ളത്, ചന്തുവിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല മക്കളെ, ഏത് ബാഹുബലി വന്നാലും. അപ്പം ഇതിൻ്റെ 8 പാക്ക് ഞാൻ തിന്നിട്ട് എൻ്റെ 6 പാക്ക് വരുമെന്ന് ഞാൻ ഒന്ന് നോക്കാം. ഓക്കെ, ഒരു വിധത്തിൽ ഇത് തീർത്ത് നമ്മളിനി എണീക്കാൻ പോവാം, ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. ഇപ്പം തന്നെ ടൈം ശരിക്കും ആയി. നിങ്ങളെ ഇനി കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് KH നിന്ന് ഇറങ്ങുവാണ്. ഡിന്നറും ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പം എന്താണ് ഈ വണ്ടിയുടെ ഇതും കൂടെ ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ. കാരണം ഇവിടുത്തെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാലാണ്, ഈ സിഗ്നേച്ചർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയും പിന്നെ
ഈ കാണുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിഗ്നേച്ചറാണ്. ഈ കടയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ രണ്ട് വണ്ടികളെന്ന് പറഞ്ഞാൽ. മനോജ് കണ്ട രണ്ട് വണ്ടികളാണ്. അപ്പോൾ ഇതും കൂടെ കാണിച്ച് നമ്മൾ നിർത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മനോജ് ചേട്ടൻ ചെയ്യുന്ന ഈ കാര്യത്തിന് വേണ്ടി നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനൊപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നത്തെയും പോലെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ജയ് ഹിന്ദ്.